ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. നമുക്കിന്ന് ഇയർ എന്ന ചാപ്റ്ററിനെ പറ്റി നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം ഇയറിൽ എത്ര പാർട്സ് ഉണ്ടെന്ന്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്കറിയാത്ത അല്ലെങ്കിൽ നമ്മൾ പുതിയതായി മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഓക്കെ, നമുക്ക് ഇയർ ഈസ് ഡിവൈഡഡ് ഇൻ ടു എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത് നമ്മൾ പുറത്ത്, ചെവിയുടെ പുറത്ത് നമ്മൾ എന്തൊക്കെയാണോ കാണുന്നത്, നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഏരിയാസാണ് എക്സ്റ്റേണൽ ഇയർ. അതായത് നമ്മുടെ ഓറിക്കിൾ അല്ലെങ്കിൽ പിന്ന, ദെൻ ആ ഓറിക്കിളിൽ നിന്ന് പോകുന്ന ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ, അതായത് നമ്മുടെ എക്സ്റ്റേണൽ അക്കോസ്റ്റിക് മീറ്റേഴ്സ്, നമ്മൾ കാത് പിടിച്ച് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു കുഴൽ പോലുള്ള ഒരു ഏരിയ അല്ലേ. അതിൻ്റെ അങ്ങേയറ്റത്ത് നമ്മളൊരു വെളുത്ത പാട കാണുന്നുണ്ട്, അതാണ് നമ്മുടെ ടിംപാനിക് മെംബ്രെയിൻ. നമ്മൾ കാത് പിടിച്ച് നോക്കുമ്പോൾ തന്നെ ഈ ട്യൂബ് കാണാം അല്ലേ, നമുക്ക് ഓറിക്കിൾ കാണാം, ഈ ട്യൂബ് കാണാം. ട്യൂബിൻ്റെ അങ്ങേയറ്റത്തേക്ക് ടിംപാനിക് മെംബ്രെയിൻ ഉണ്ട്. അപ്പം നമ്മൾ ബഡ്സൊക്കെ കാലിടുമ്പോൾ ടിംപാനിക് മെംബ്രെയിൻ അല്ലെങ്കിൽ ഇയർ ഡ്രം എന്ന് പറയുന്ന ആ സ്ട്രക്ചർ പൊട്ടിപ്പോകാതെയൊക്കെ നോക്കണമെന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ആ ടിംപാനിക് മെംബ്രെയിൻ എത്തുന്നത് വരെയുള്ള പാർട്ടാണ് എക്സ്റ്റേണൽ ഇയർ. ടിംപാനിക് മെംബ്രെയിനും അപ്പുറത്ത്, ടിംപാനിക് മെംബ്രെയിൻ്റെയും അതുപോലെ ഇന്നർ ഇയറിനും ഇടയ്ക്കുള്ള പോർഷൻ മിഡിൽ ഇയർ. അപ്പോൾ ഈ മിഡിൽ ഇയർ എന്ന് പറയുന്നത്, മിഡിൽ ഇയറിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ ഓർക്കേണ്ടത് ഒരു മാച്ച് ബോക്സിനെ പറ്റി. ഒരു മാച്ച് ബോക്സിന് 6 സൈഡുണ്ട് അല്ലേ. ഒരു തീപ്പെട്ടി എടുത്ത് കഴിഞ്ഞാൽ 6 സൈഡുണ്ട്. അതുപോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്, അതായത് 6 വോളുകളുള്ള ഒരു ബോക്സ്. അതായത് ഇപ്പം നമ്മളെ മാച്ച് ബോക്സ് എടുത്താൽ 2 വീതി കൂടിയ പോർഷൻസ് ഉണ്ട്, പിന്നെ ബാക്കിയൊക്കെ നാരോ ആണ് അല്ലേ. അപ്പോൾ ആ വീതി കൂടിയ പോർഷൻസിനെ നമ്മളൊരു മാച്ച് ബോക്സിനെ എടുത്ത് നിർത്തിയാലും വീതി കൂടിയ 2 ബോർഡേഴ്സ്, 2 സർഫസസ് അതിൻ്റെ മീഡിയലും ലാറ്ററലും വോളുകളായിട്ട് എടുക്കുക. എന്നിട്ട് ബാക്കി മേളിലും താഴെയും റൂഫും ഫ്ലോറും, ഫ്രണ്ടിലും ബാക്കിലും ആൻറ്റീരിയർ വോൾ, പോസ്റ്റീരിയർ വോൾ, ഇങ്ങനെ സങ്കല്പിച്ച് പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ആ മീഡിയൽ വോളും ലാറ്ററൽ വോളും നടുക്ക് കൊണ്ട്, അതിൻ്റെ നടുക്ക് വശം പിടിച്ച് നമ്മൾ കൈവിരൽ കൊണ്ട് അമർത്തി അടുത്താക്കുന്ന പോലെ അതിൻ്റെ ആ നടുക്കത്തെ പോർഷൻ മാത്രം, അതായത് മീഡിയൽ വോളിൻ്റെയും ലാറ്ററൽ വോളിനെയും നമ്മളൊന്ന് വിരൽ കൊണ്ട് പ്രസ് ചെയ്താൽ അതിൻ്റെ നടുക്ക്, അതായത് നമ്മളെ പ്രസ് ചെയ്ത പോർഷനിൽ മീഡിയൽ വോളും ലാറ്ററൽ വോളും കുറച്ചും കൂടെ കൂടുതൽ അടുത്തിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ക്യാവിറ്റി ഇരിക്കുന്നത്, നമ്മുടെ മിഡിൽ ഇയറിൻ്റെ ക്യാവിറ്റി ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മിഡിൽ വോളിനും ലാറ്ററൽ വോളിനും ഇടയിലുള്ള സ്പേസാണ് മിഡിൽ ഇയർ. അപ്പോൾ ലാറ്ററൽ വോൾ എന്ന് പറയുന്നത് ടിംപാനിക് മെംബ്രെയിനാണ്. മീഡിയൽ വോൾ എന്ന് പറയുന്നത് ദ വോൾ വിച്ച് ഇസ് സെപ്പറേറ്റിംഗ് ദ മിഡിൽ ഇയർ ഫ്രം ഇന്നർ ഇയർ ആണ്. അടുത്തത് ഇന്നർ ഇയറിലേക്ക് കയറിയാൽ നമുക്ക് ഒരു ബോണി ബോക്സ് കാണാം. അതിനെ നമ്മൾ ബോണി ലാബ്രിന്ത് എന്ന് പറയും. ആ ബോണി ലാബ്രിന്തിൻ്റെ ഉള്ളിൽ മെംബ്രെയിനിയസ് ലാബ്രിന്ത് എന്ന് പറയുന്ന ഡക്റ്റുകളും ഉണ്ടാവും. ബോണി ലാബ്രിന്ത് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കോക്ലിയ, വെസ്റ്റിബ്യൂൾ, സെമി സർക്കുലർ കനാൽസ് കാണാം. മെംബ്രേനിയസ് ലാബ്രിന്ത് എടുത്താൽ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കോക്ലിയയുടെ ഉള്ളിൽ കോക്ലിയർ ഡക്റ്റ്, വെസ്റ്റിബ്യൂളിൻ്റെ ഉള്ളിൽ യൂട്രിക്കൽ സാക്യൂൾ, അതുപോലെ സെമി സർക്കുലർ കനാലിൻ്റെ ഉള്ളിൽ സെമി സർക്കുലർ ഡക്ട്സും കാണാം. ഇത്രയാണ് നമ്മുടെ ഇയറിൻ്റെ പാർട്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എക്സ്റ്റേണൽ ഇയറിലേക്ക് പോവുകയാണ്. എക്സ്റ്റേണൽ ഇയർ കൺസിസ്റ്റ് ഓഫ് ഓറിക്കിൾ ഓർ പിന്ന and a tube-like extension from the auricle, which is called external acoustic meatus. Auricle is made up of a crumbled cartilage which is elastic in nature, and its lower part is soft and devoid of cartilage. This soft area is made up of fibrofatty tissue which is called lobule. So listen to this diagram to see the crumbled cartilage which is forming the auricle. ഇതാണ് നമ്മുടെ ചെവി അല്ലേ. നമ്മൾ ചെവി എന്ന് പറയുന്ന സ്ഥലം ഇതാണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇലാസ്റ്റിക് കാർട്ടിലേജ്. ഇതെന്തുകൊണ്ടാണ്? നമ്മൾ പിടിക്കുന്നിടത്തൊക്കെ ഫ്ലെക്സിബിളായി പോകുന്ന ഒരു ഇലാസ്റ്റിക് കാർട്ടിലേജ് ആണ് അല്ലേ. പക്ഷേ നമ്മുടെ ചെവിയുടെ തന്നെ താഴത്തെ പോർഷൻ, അതായത് നിങ്ങൾ കമ്മലൊക്കെ ഇടുന്ന പോർഷൻ പിടിച്ചു നോക്കിയാൽ അവിടെ കാർട്ടിലേജ് ഇല്ല, അവിടെ സോഫ്റ്റാണ്. സോ ദാറ്റ് ഏരിയ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫൈബ്രോഫാറ്റി ടിഷ്യൂ. അവിടെ ഫൈബ്രോഫാറ്റി ടിഷ്യൂ ആണ് ഇരിക്കുന്നത്. അതിന് ആ പാർട്ടിന് നമ്മൾ ലോബ്യൂൾ എന്നാണ് പറയുക. ലോബ്യൂളിലാണ് നമ്മൾ നമ്മുടെ ഈ കമ്മലൊക്കെ തൂക്കിയിടുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ കാർട്ടിലേജ് ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ ഓറിക്കിളിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്ന ഈ ട്യൂബാണ് എക്സ്റ്റേണൽ അക്കോസ്റ്റിക് മീയാറ്റസ്. അതിനെ ലിമിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ കണ്ടോ ഒരു ഇയർ ഡ്രം ഇരിക്കുന്നുണ്ടോ. ദിസ് ഈസ് എ ടിംപാനിക് മെംബ്രെയിൻ. ടിംപാനിക് മെംബ്രെയിൻ വരെയുള്ള ഇത്രയും പോർഷൻസാണ് നമ്മുടെ ഇയറിൽ വരുന്നത്.
ക്രംബിൾഡ് കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ ചുളുങ്ങിയ, മടങ്ങിയ, ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഷേപ്പൊന്നും ഇല്ലാത്തൊരു കാർട്ടിലേജാണ് ഇരിക്കുന്നത്. കുറേ മടക്കുകളും ചുളിവുകളും ഒക്കെ ഉള്ള ഒരു ചുളുങ്ങിയ ഒരു കാർട്ടിലേജാണ് ക്രംബിൾഡ് എന്ന് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി while moving to the next slide we can see about the external acoustic meatus. ഈ എക്സ്റ്റേണൽ അക്കോസ്റ്റിക് മിയാറ്റസ് ഇസ് എ ലോങ് ട്യൂബ്, ലോങ്ങേറ്റഡ് ട്യൂബ് എന്ന്. ലോങ്ങേറ്റഡ് ട്യൂബ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ ട്യൂബ് എന്നല്ല, നീളം കൂടിയ ട്യൂബ് എന്നല്ല, അത്യാവശ്യം ലോങ്ങേറ്റഡ് ആയിട്ടുള്ള, അത് ഏകദേശം 24 millimeter in ലെങ്ത്ത്. 24 millimeter ആണ് അതിൻ്റെ ലെങ്ത്ത്. 24 millimeter എന്ന് പറയുമ്പോൾ സെൻറ്റിമീറ്ററിൽ അത് ജസ്റ്റ് 2.4 centimeter ഉള്ളൂ. മില്ലിമീറ്റർ സെൻറ്റിമീറ്റർ എന്ന് എഴുതി വെക്കരുത്. ഓക്കെ, 24 millimeter ആണ്, 24 centimeter എന്ന് എഴുതി വെക്കരുത്. ഈ 24 millimeter അതിൻ്റെ പകുതി പോർഷൻ, അതായത് ഇവിടെ നിന്ന് തുടങ്ങുകയാണ്, ഇവിടെ നിന്ന് തുടങ്ങി ഏകദേശം ഇവിടെ എത്തുന്നത് വരെയും എന്താണത് കണ്ടോ, കാർട്ടിലേജനസ് ആണത്. അത് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കാർട്ടിലേജ്, അതായത് ഔട്ടർ പാർട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ ലാറ്ററൽ പാർട്ട് എന്ന് പറയുന്നത് കാർട്ടിലേജാണ്. ഇനി ഇവിടെ തുടങ്ങി ഇങ്ങോട്ട് നോക്കിക്കേ, മേളിലും താഴെ നോക്കൂ, ബോണാണ്. അപ്പോൾ this external acoustic meatus is partially cartilage and partially bony. അപ്പോൾ ഏകദേശം ഈ എക്സ്റ്റേണൽ അക്കോസ്റ്റിക് മിയാറ്റസ് നോക്കിയാൽ നമ്മുടെ ലാറ്ററൽ പാർട്ട്, അതിൻ്റെ കാർട്ടിലേജിനസ് പാർട്ട് ഒരു 8 millimeter വരുന്നുള്ളൂ. മീഡിയൽ ബോണി പാർട്ട് വന്ന് 12 millimeter വരും. ഈ എക്സ്റ്റേണൽ അക്കോസ്റ്റിക് മിയാറ്റസ് മൊത്തത്തിൽ ലൈൻ ചെയ്തുകൊണ്ട് സ്കിന്നാണ്. ഓക്കെ, എൻ്റെ ഉള്ളിൽ സ്കിന്നായിരിക്കും. ആ സ്കിന്ന് ഹെയറി സ്കിന്നായിരിക്കും, കുഞ്ഞു കുഞ്ഞു ഹെയർസ് അവിടെ ഉണ്ടാവും. അതുപോലെ വാക്സ് ഗ്ലാൻഡുകളുണ്ടാവും. നമുക്കറിയാം നമ്മുടെ ചെവിയുടെ ഉള്ളിൽ വാക്സ് അല്ലേ, ഇയർ വാക്സ് ഫോം ചെയ്യാറുണ്ട്. ആ ഇയർ വാക്സ് ഫോം ചെയ്യുന്ന ഗ്ലാൻഡുകളും ഇതിൻ്റെ ഉള്ളിൽ കാണും. ഈ ഇയർ വാക്സ് ഫോം ചെയ്യുന്ന ഗ്ലാൻഡുകളെ നമ്മൾ സെറുമിനസ് ഗ്ലാൻഡ്സ് എന്ന് പറയും. സെറുമിനസ് ഗ്ലാൻഡ്സ്, ഓക്കെ, അതാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പോൾ ദിസ് എക്സ്റ്റേണൽ അക്കോസ്റ്റിക് മിയാറ്റസ് ഈസ് മീഡിയലി ലിമിറ്റഡ് ബൈ ദ ടിമ്പാനിക് മെംബ്രെയിൻ. ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങോട്ട് പോകുന്തോറും ലാറ്ററലി, ഉള്ളിലേക്ക് പോകുന്തോറും മീഡിയൽ. ഓക്കെ, അതിനെ ലിമിറ്റ് ചെയ്തുകൊണ്ട് ടിമ്പാനിക് മെംബ്രെയിൻ എന്ന് പറയുന്ന സ്ട്രക്ചറുമുണ്ട്. അതാണ് എക്സ്റ്റേണൽ അക്കോസ്റ്റിക് മിയാറ്റസ്. ഒന്നുകൂടെ, ദിസ് ഈസ് ദി പിന്ന ഓർ ഓറക്കിൾ വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഇലാസ്റ്റിക് കാർട്ടിലേജ് വിച്ച് ഇസ് ക്രംബിൾഡ്. ഓക്കെ, താഴത്തെ പാർട്ടിനെ ലോബ്യൂൾ എന്ന് പറയും. While taking the external acoustic meatus, it's about 2.4 centimeter or 24 millimeter and having two parts, a cartilaginous part and a bony part. Okay, cartilaginous part and a bony part. അപ്പോൾ ഇവിടെ കാർട്ടിലേജിനസ് പാർട്ട് മാത്രം വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ കാർട്ടിലേജിനസ് പാർട്ടാണ്, ബാക്കി പോർഷൻ ബോണി പാർട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഉള്ളിലേക്ക്, അതായത് നമ്മുടെ എക്സ്റ്റേണൽ ഇയർ കഴിഞ്ഞു, ഇനി നമ്മൾ മിഡിൽ ഇയറിലേക്ക് കയറാണ്. മിഡിൽ ഇയറിലേക്ക് കയറുമ്പോൾ മിഡിൽ ഇയർ ഞാൻ പറഞ്ഞു ഒരു മാച്ച് ബോക്സിനെ സങ്കല്പിച്ച് വേണം നിങ്ങൾ പഠിക്കാൻ. 6 walls ഉള്ള മാച്ച് ബോക്സ്. സോ ദീസ് ആർ ഈ 6 walls എന്ന് പറയുന്നത് റൂഫ്, ഫ്ലോർ, ആൻറ്റീരിയർ വോൾ, പോസ്റ്റീരിയർ വോൾ, മീഡിയൽ വോൾ, ലാറ്ററൽ വോൾ. അതിനകത്ത് മീഡിയൽ ലാറ്ററൽ വോൾസാണ് വീതി കൂടിയത്. ഓക്കെ, ബാക്കിയൊക്കെ നാരോ ആയിട്ടുള്ള വോൾസാണ്. സോ ലാറ്ററൽ വോൾ നമുക്കിവിടെ ക്ലിയർ ആണ്, ബിക്കോസ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മിഡിൽ ഇയർ ക്യാവിറ്റി. ദിസ് ഈസ് എ മിഡിൽ ഇയർ ക്യാവിറ്റി. ഉണ്ടോ, അതിൻ്റെ ഉള്ളിൽ 3 കുഞ്ഞ് ബോൺസ് ഇരിപ്പുണ്ട്, മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിസ്. ഉണ്ടോ, മിഡിൽ ഇയറിലാണ് ആ ബോൺസ് വരുന്നത്, മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിസ്. സോ ഇതിരിക്കുന്നത് നമ്മുടെ മിഡിൽ ഇയർ ഇരിക്കുന്നത് ബോണിൻ്റെ ഉള്ളിലാണ്. ആൻഡ് ദിസ് ഈസ് പ്രസൻറ്റ് ഇൻസൈഡ് ഈ ബോണി പാർട്ട് എന്ന് പറയുന്നത് പീട്രസ് പാർട്ട് ഓഫ് ദ ടെമ്പറൽ ബോൺ. നമ്മുടെ സ്കള്ളിലെ ടെമ്പറൽ ബോണിലെ പീട്രസ് എന്ന് പറയുന്ന ഹാർഡായിട്ടുള്ള ഒരു ഏരിയയിലാണ് മിഡിൽ ഇയറും ഇന്നർ ഇയറും ഇരിക്കുന്നത്. ഓക്കെ, പീട്രസ് പാർട്ട് ഓഫ് ദി ടെമ്പറൽ ബോൺ. ഇതെല്ലാം ടെമ്പറൽ ബോണിൻ്റെ പാർട്സാണ്. എക്സ്റ്റേണൽ അക്കോസ്റ്റിക് മിയാറ്റസിൻ്റെ പകുതി ബോണിയാന്ന് പറഞ്ഞു, അത് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ടെമ്പറൽ ബോണാണ്. ഓക്കെ, അപ്പോൾ ഇത് ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ പോർഷൻ ടെമ്പറൽ ബോണിൻ്റെ പീട്രസ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ മിഡിൽ ഇയറിന് ഒരു റൂഫുണ്ട് മേളിൽ, ഇവിടെ ഒരു ഫ്ലോറുണ്ട് താഴെ, ഒരു ആൻറ്റീരിയർ വോൾ. ഈ ട്യൂബ് ഓപ്പൺ ചെയ്ത് പോയ സ്ഥലം ആൻറ്റീരിയർ വോളാണ്. ഇവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ് ആൻറ്റീരിയർ വോൾ. ഉണ്ടോ, അത് ഈ ട്യൂബാണ് നമ്മുടെ നമ്മുടെ ഓഡിറ്ററി ട്യൂബ് വന്ന് ഓപ്പൺ ചെയ്തത് ആൻറ്റീരിയർ വോളിലേക്കാണ്. ഓക്കെ, ദെൻ പോസ്റ്റീരിയർ വോൾ നമുക്കിവിടെ കാണാൻ പറ്റില്ല. പോസ്റ്റീരിയർ വോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നതാണ്, പുറകിൽ വരുന്നതാണ് പോസ്റ്റീരിയർ വോൾ. ഇനി മീഡിയൽ ആൻഡ് ലാറ്ററൽ വോൾ. ലാറ്ററൽ വോൾ നമുക്കറിയാം
നമ്മുടെ ടിംപാനിക് മെംബ്രെയിൻ. ഇങ്ങോട്ട് പോകുന്നതോറും ലാറ്ററലാന്ന് പറഞ്ഞു, ഉള്ളിലേക്ക് പോകുന്നതോറും മീഡിയലാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലാറ്ററൽ വോൾ എന്ന് പറയുന്നത് ടിംപാനിക് മെംബ്രെയിൻ ആണ്. ഇതിൻ്റെ മീഡിയൽ വോൾ എന്ന് പറയുന്നത് ഈ വോളാണ്. ദിസ് മീഡിയൽ വോൾ വിച്ച് സെപ്പറേറ്റിംഗ് ഇറ്റ് ഫ്രം ദി ഇന്നർ ഇയർ. മിഡിൽ ഇയറിനെ ഇന്നർ ഇയറുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന വോളാണ് മീഡിയൽ വോൾ. കണ്ടോ, അവിടെ ഒരുപാട് സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ട്. മീഡിയൽ വോൾ എന്ന് പറയുന്നത് ഇതാണ് മിഡിൽ ഇയറിൻ്റെ പാർട്സ്. അപ്പോൾ ഈ മിഡിൽ ഇയറിൻ്റെ പാർട്സ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഓരോ പാർട്ടിലും എന്താണെന്ന് കാണാം. ഓക്കെ, റൂഫ്, ദിസ് ഇസ് എ റൂഫ്. ഈ റൂഫ് എന്ന് പറയുന്നത് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ടെമ്പറൽ ബോൺ. ഏത് ബോണാണ് റൂഫിൽ വന്നത്? ടെമ്പറൽ ബോണാണ് റൂഫിൽ വന്നത്. ഫ്ലോർ എന്ന് പറയുന്നത് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ തിൻ പ്ലേറ്റ് ഓഫ് ബോൺ വിച്ച് ഇസ് സെപ്പറേറ്റിംഗ് ദ മിഡിൽ ഇയർ ഫ്രം ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി. അതായത് ഇവിടെ നമുക്ക് നമ്മുടെ താഴെയായിട്ട് ഇവിടെ നമ്മുടെ ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി പാസ് ചെയ്ത് പോകുന്നുണ്ട് താഴെ. ഓക്കെ, അപ്പോൾ ഈ വോള്, ദിസ് ഇൻഫീരിയർ വോൾ സെപ്പറേറ്റ്സ് ദ മിഡിൽ ഇയർ ഫ്രം ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി. ഓക്കെ, അപ്പോൾ റൂഫായി, ഫ്ലോറായി. റൂഫ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടെമ്പറൽ ബോൺ. ഫ്ലോർ is separated from the internal carotid artery by a thin plate of bone. Clear? Then lateral wall is made up of tympanic membrane. Medial wall is a wall which is formed by, or which is separating the middle ear from inner ear. Anterior wall has auditory tube opening. Auditory tube opens into the anterior wall. പോസ്റ്റീരിയർ വോൾ നമുക്കിവിടെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോസ്റ്റീരിയർ വോൾ നേരെ മാസ്റ്റോയിഡ് കേന്ദ്രത്തിലേക്കായിരിക്കും ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാതിൻ്റെ പുറകുവശത്ത് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. നമ്മുടെ ചെവിയുടെ പുറകുവശത്തേക്ക് ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു ബോണി പ്രൊജക്ഷൻ കാണാം. അതിനെ നമ്മൾ മാസ്റ്റോയിഡ് പ്രോസസ്സ് എന്ന് പറയും. അപ്പോൾ ചെവിയുടെ ഉള്ളിൽ വന്ന ആ മിഡിൽ ഇയർ പുറകിലേക്ക് തുറന്നത് ഈ മാസ്റ്റോയിഡ് പ്രോസസ്സിന് തൊട്ട് മേളിൽ വന്ന വലിയൊരു എയർ ക്യാവിറ്റി ഉണ്ട്, മാസ്റ്റോയിഡ് ഏൻട്രം എന്ന് പറയും. ആ മാസ്റ്റോയിഡ് ഏൻട്രത്തിലേക്കാണ് തുറക്കുന്നത്. എനിവേ, മാസ്റ്റോയിഡ് ഏൻട്രവും മാസ്റ്റോയിഡ് പ്രോസസ്സും ഒക്കെ ചെവിയുടെ പുറകിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ആ പുറകിൽ, അപ്പം ചെവിയുടെ പുറകുവശം എന്ന് പറഞ്ഞാൽ മാസ്റ്റോയിഡ് ഏരിയ ആണ്. ഓക്കെ, മാസ്റ്റോയിഡ് ഏൻട്രത്തിലേക്കാണ് ആ പോസ്റ്റീരിയർ വോൾ ഓപ്പൺ ചെയ്യുന്നത്. ദെൻ അപ്പം നമുക്കിവിടെ ഓരോ വോളിൻ്റെയും ഡീറ്റെയിൽസ് കാണാം. ഇവിടെ ദിസ് ഈസ് എ റൂഫ്. ഓക്കെ, ദിസ് ഈസ് എ ഫ്ലോർ. Then this is anterior wall. This is a medial wall. ഇരിക്കുന്നത് medial wall. This is a posterior wall. ഈ വന്നത് posterior wall. ഇത്രയാണ് അതിൻ്റെ വാൾസ്. പിന്നെ നമുക്ക് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് മീഡിയൽ വോളും ടിംപാനിക് മെംബ്രെയിനുമാണ്. ദെൻ ഇത് കൂടാതെ അപ്പോൾ അതിൻ്റെ ബൗണ്ടറീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി. ഇനി അതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 2 മസിൽസും 3 ഓസിക്കിൾസ് അല്ലെങ്കിൽ 3 ബോണി പീസസുമാണ് അതിനകത്തുള്ളത്. 3 കുഞ്ഞു ബോൺസ്. മസിൽസ് സ്റ്റെപ്പീഡിയസ് മസിൽ ആൻഡ് ടെൻസർ ടിംപാനി മസിൽ. സ്റ്റെപ്പീഡിയസ് മസിൽ ആൻഡ് ടെൻസർ ടിംപാനി മസിൽ. ബോൺസ് ആർ മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുള്ളതാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. അവർക്ക് 3 പേർക്കും ഈ എന്താണ് ഇതിന് നമ്മുടെ ഹിയറിങ്ങിൽ നല്ലൊരു ഫംഗ്ഷനുണ്ട്. മസിൽസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പീഡിയസും ടെൻസർ ടിംപാനി മസിൽസും നമ്മുടെ ഓർക്കിളിൽ നിന്ന് സൗണ്ട് വേവ്സ് പാസ് ചെയ്ത് എക്സ്റ്റേണൽ അക്കോസ്റ്റിക് മിയാറ്റസ് വഴി ടിംപാനിക് മെംബ്രെയിനിൽ വരുമ്പോൾ ടിംപാനിക് മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യും. ഈ ടിംപാനിക് മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കൊണ്ടുവന്ന വൈബ്രേഷനെ, സൗണ്ട് ഓഫ് വൈബ്രേഷനെ കുറയ്ക്കുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്പീഡിയസും ടെൻസർ ടിംപാനിയും ചെയ്യുന്നത്. ആ വൈബ്രേഷൻ അതുപോലെ തന്നെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ ഇയർ ഡ്രം അടിച്ചു പോകും. അതായത് ഭയങ്കരമായ സൗണ്ട് നമ്മളെ ചെവിക്ക് എന്താണ് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സൗണ്ടായിരിക്കും നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആ വന്ന സൗണ്ട് വേവ്സിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ സ്റ്റെപ്പീഡിയസ് മസിലും അതുപോലെ ടെൻസർ ടിംപാനി ചെയ്യുന്നത്. സ്റ്റെപ്പീഡിയസ് ആൻഡ് ടെൻസർ ടിംപാനി contract to reduce the force of sound vibration reaching the internal ear. Paralysis of the stapedius leads to hyperacusis. Hyperacusis എന്ന് പറഞ്ഞാൽ, ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടിയത് അല്ലേ, അക്യൂസിസ് ഓഡിബിൾ, എന്താണ് സംതിങ് റിലേറ്റഡ് ടു ഓഡിറ്ററി. അപ്പോൾ ചെറിയ സൗണ്ട് പോലും വലിയ സൗണ്ടുകളായിട്ട് കേൾക്കുക എന്നുള്ളതാണ് ഈ ഹൈപ്പർ അക്യൂസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. ആ കണ്ടീഷനിൽ നമ്മുടെ സ്റ്റെപ്പീഡിയസ് മസിൽ പാരലൈസ്ഡ് ആയിരിക്കും, അതായത് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നർത്ഥം. ഓക്കെ,
ഇനി നമ്മുടെ 3 ബോൺസ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. Malleus is a hammer-shaped bone. It has a head, neck, 2 process and a long handle. The handle of the malleus is attached to the umbo of tympanic membrane. Head of malleus articulates with the incus. അപ്പോൾ എന്താണ് ഈ പറഞ്ഞതെന്ന് നോക്കാം. മാലിയസ് എന്ന് ഇപ്പം നമ്മൾ ഈ കാണുന്നത് ടിംബാനിക് മെംബ്രെയിനാണിത്. ഈ ബോണാണ് മാലിയസ്. ദിസ് ഇസ് എ മാലിയസ്. ഇനി മാലിയസിൽ ആർട്ടിക്കുലേറ്റ് ചെയ്ത ഈ ബോൺ ഇൻകസ് ആണ്, ഇൻകസ് ബോൺ. ഇതുവരെ ഉള്ളൂ. ഇൻകസിന് ശേഷം ഇരിക്കുന്ന ഈ ബോണാണ് സ്റ്റേപ്പിസ്. ഇപ്പോൾ സ്റ്റേപ്പിസ് ആണ് ബോഡിയിലെ ഏറ്റവും ചെറിയ ബോൺ അല്ലേ. നമുക്കതിൻ്റെ ഓരോ പാർട്സും നോക്കാം. മാലിയസ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റികയുടെ ഷേപ്പിലുള്ള ഒരു ബോൺ. ഇറ്റ് ഈസ് ഹാമർ ഷേപ്ഡ്. ഓക്കെ, മാലിയസ് ഈസ് ഹാമർ ഷേപ്ഡ്, ഹാവിങ് എ ഹെഡ്, എ കൺസ്ട്രിക്റ്റഡ് നെക്ക്. ദെൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പ്രോസസ് ഉണ്ട്. ഒരു കുഞ്ഞു പ്രോസസ്സ് ഇവിടെ ആൻറ്റീരിയർ പ്രോസസ്സ് ഉണ്ട്. പിന്നെ ഇത് ഒരു ലാറ്ററൽ പ്രോസസ്സ്, ആൻറ്റീരിയർ പ്രോസസ്സ് ആൻഡ് ലാറ്ററൽ പ്രോസസ്സ്, 2 പ്രോസസ്സ്. അപ്പോൾ ഹെഡ്, നെക്ക്, 2 പ്രോസസ്സ്, ദെൻ എ ലോങ് ഹാൻഡിൽ, ഒരു വലിയ ഹാൻഡിലും ഉണ്ട്. ഓക്കെ, ഈ ഹാൻഡിൽ ഓഫ് ദ മാലിയസ് പോയി അറ്റാച്ച് ചെയ്യുന്നത് ടിംബാനിക് മെംബ്രെയിനിലാണ്. അപ്പോൾ ടിംബാനിക് മെംബ്രെയിനിൽ എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ to the maximum convex part of the tympanic membrane, and that maximum convex area of the tympanic membrane is called umbo. Umbo എന്ന് പറഞ്ഞാൽ UMBO is the spelling. Now this is the incus. incus എന്ന് പറയുന്നത് ആൻവിൽ ഷേപ്ഡ് ബോൺ ആണ്. ആൻവിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉളി, നമ്മുടെ ബ്ലാക്ക് സ്മിത്സിൻ്റെ ഒക്കെ കയ്യിലിരിക്കുന്ന ഉളിയുടെ ഷേപ്പിലുള്ള ബോണാണ് നമ്മുടെ ഇൻകസ്. ഓക്കെ, ആ ഇൻകസിന് ഹെഡ് എന്നല്ല പറയുക, ഇൻകസിൻ്റെ ആ വലിയ പാർട്ടിനെ ബോഡി എന്നാണ് പറയുക, ഇൻകസിൻ്റെ ബോഡി. ഓക്കെ, അപ്പോൾ ഹെഡ് ഓഫ് ദി മാലിയസ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദി ബോഡി ഓഫ് ദി ഇൻകസ്. ആൻഡ് ഇൻകസ് ഹാസ് എ ഷോർട്ട് പ്രോസസ്സ്. ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഇത് അതിൻ്റെ ഷോർട്ട് പ്രോസസ്സും, താഴേക്ക് വന്നത് ഇതിൻ്റെ ഹാൻഡിലിന് പാരലായിട്ട് വന്നത് അതിൻ്റെ ലോങ് പ്രോസസ്സ്. സോ ലോങ് പ്രോസസ് റണ്ണിങ് പാരലൽ ടു ദി ഹാൻഡിൽ ഓഫ് ദ മാലിയസ്. അപ്പോൾ ദിസ് ഈസ് നോട്ട് ദ ഹാൻഡിൽ അല്ലേ. ഇൻകസിന് ഈ പറയുന്നത് ഹാൻഡിലല്ല, this is a long process, this is short process, this is a body. Okay, body articulates with the head of the malleus. ഇനി ഈ ലോങ് പ്രോസസ്സ് നേരെ വന്നിട്ട് ആരുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു? ടു ദി ഹെഡ് ഓഫ് നമ്മുടെ സ്റ്റെപ്പീഡിയസ്. സ്റ്റെപ്പീഡിയസ് അല്ല, സ്റ്റേപ്പിസ്. സ്റ്റെപ്പീഡിയസ് മസിലിൻ്റെ പേരാണ്, കൺഫ്യൂഷൻ ആവരുത്. സ്റ്റേപ്പിസ് ബോണിൻ്റെ പേര്, സ്റ്റെപ്പീഡിയസ് അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിലിൻ്റെ പേരുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വന്ന ലോങ് പ്രോസസ്സ് എന്തുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു? നമ്മുടെ ഹെഡ് ഓഫ് ദി സ്റ്റേപ്പിസുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു. ഇതാണ് ആ 2 ബോൺസ്. ഇനി നമ്മുടെ സ്റ്റേപ്പിസ് എടുക്കാം. സ്റ്റേപ്പിസ് കുഞ്ഞു ബോണാണെങ്കിലും അതിന് എല്ലാ സ്ട്രക്ചേഴ്സും ഉണ്ട്. അതായത് ഒരു ഹെഡുണ്ട്, അതിനൊരു കൺസ്ട്രിക്റ്റഡ് പാർട്ട്, ഹെഡിന് തൊട്ടടുത്തൊരു കൺസ്ട്രിക്റ്റഡ് പോർഷൻ വരുന്ന ഒരു നെക്കുണ്ട്, ഹെഡ് നെക്ക്. പിന്നെ ഒരു ക്രസ് ഇവിടെ, ഒരു ക്രസ് ഇവിടെ, 2 വലിയ ക്രസ്സുകൾ. ദിസ് ഈസ് 1 ക്രസ്, ദിസ് ഈസ് അനദർ ക്രസ്. ഓക്കെ, 2 ക്രസ്. ദെൻ ക്രസ് പോയി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഫൂട്ട് പ്ലേറ്റ് ഓഫ് ദി സ്റ്റേപ്പിസ്. ഇത്രയാണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇത് സ്റ്റിറപ്പ് ഷേപ്ഡ് ബോണാണ്. സ്റ്റിറപ്പ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുതിരപ്പുറത്തൊക്കെ ഇരിക്കുമ്പോൾ കുതിരപ്പുറത്തിരിക്കുന്ന ആളിൻ്റെ കാല് വയ്ക്കാനായിട്ടൊരു ഉപകരണം ഇല്ലേ, അതിൻ്റെ ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്. അതിനൊരു ഹെഡുണ്ട്, നെക്കുണ്ട്, 2 ക്രസ് ഉണ്ട്, ഒരു ഫുട്ട് പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, ഈ ഫുഡ് പ്ലേറ്റ് ഇനി ആരെടുത്ത് പോയി അറ്റാച്ച് ചെയ്യണം? അതായത് ഈ മാലിയസിൻ്റെ ഹാൻഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അംബോ, അതായത് മാക്സിമം കോൺവെക്സ് പാർട്ട് ഓഫ് ദ ടിംബാനിക് മെംബ്രെയിനിലാണെങ്കിൽ ഇത് പോയി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ മീഡിയൽ വാൾ ഓഫ് ദ മിഡിൽ ഇയറിലാണ്. മീഡിയൽ വാൾ ഓഫ് ദ മിഡിൽ ഇയറിന് അപ്പുറത്തേക്ക് പിന്നെ വരുന്നത് ഇന്നർ ഇയർ ആണ്. അപ്പം നമുക്ക് വീണ്ടും പഴയ ഒരു ഡയഗ്രത്തിലേക്കൊന്ന് പോയാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. മിഡിൽ ഇയറിൻ്റെ കണ്ടോ, ദ മാലിയസിൻ്റെ ഹാൻഡിൽ വന്ന് ഇതേ കണ്ടോ, നോക്കിക്കേ, ടിംബാനിക് മെംബ്രെയിൻ ഇങ്ങനെ ചരിഞ്ഞാണ് ഇരിക്കുന്നത് അല്ലേ. അതിൻ്റെ ഔട്ടർ സർഫസ് അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് വന്ന് കോൺവെക്സ് ആണ്, ഉള്ളിലത്തെ സർഫസ് വന്ന് ഔട്ടർ സർഫസ് വന്ന് കോൺകേവ് ആണ്, കുഴിഞ്ഞിട്ടാണ്. ഉള്ളിൽ അകത്തുനിന്ന് നോക്കിയാൽ കോൺവെക്സുമാണ്. ഓക്കെ, ആ മാക്സിമം കോൺവെക്സ് ഏരിയ ഇവിടെ വരും അല്ലേ. അവിടെയാണ് ഈ ഹാൻഡിൽ ഓഫ് ദ മാലിയസ് പോയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. മാലിയസ് ഇൻകസുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു, ഇൻകസ് സ്റ്റേപ്പിസുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു. സ്റ്റേപ്പിസ് പോയിട്ട് മീഡിയൽ വാൾ ഓഫ് ദ മിഡിൽ ഇയറിൽ അവിടെ ഒരു നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, റൗണ്ട് വിൻഡോ, ഓവൽ വിൻഡോ. ആ ഓവൽ വിൻഡോയിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യും. ഓവൽ വിൻഡോ ഓവൽ ഷേപ്പിൽ ചെയ്യുന്നു, ഫുഡ് പ്ലേറ്റ് ഓവൽ ഷേപ്പിലാണ്. അപ്പോൾ രണ്ടും കൂടെ കറക്റ്റായിട്ട് ഒട്ടിയിരുന്നോളൂ അല്ലേ.
ഓവൽ വിൻഡോ ഒരു ഓപ്പണിംഗ് ആണ്, റൗണ്ട് വിൻഡോ ഒരു ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഓപ്പണിങ്ങിനെ ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് ഈ ഫുഡ് പ്ലേറ്റ് ഓഫ് സ്റ്റേപ്പിൾസ് പോയിട്ട് അവിടെ പോയി അറ്റാച്ച് ചെയ്യുക. അങ്ങനെ ആ ഓപ്പണിങ്ങിനെ അങ്ങ് ക്ലോസ് ചെയ്യും. ഇതാണ് 3 ഇയർ ഓസിക്കിൾസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് മീഡിയൽ വോള്, ലാറ്ററൽ വോളിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ലാറ്ററൽ വോൾ എന്ന് പറയുന്നത് ടിംപാനിക് മെംബ്രെയിൻ ആണ്. മീഡിയൽ വോൾ എന്ന് പറയുന്നത് ദ വോൾ വിച്ച് സെപ്പറേറ്റിംഗ് ഇറ്റ് ഫ്രം ദി ഇന്നർ ഇയർ അല്ലേ. അപ്പോൾ അതിൽ നമ്മുടെ ഈ ടിംപാനിക് മെംബ്രെയിൻ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കിക്കുക. ഇറ്റ് ഈസ് റഫ്ലി ആൻ ഓവൽ മെംബ്രെയിൻ ഹാവിംഗ് 8 millimeter diameter. This forms the lateral wall of the middle ear. It has 3 layers: outer cuticular layer, middle fibrous layer, inner mucous layer. അപ്പോൾ ഡയഗ്രത്തിലേക്ക് പോകും. മൊത്തത്തിൽ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ടിംപാനിക് മെംബ്രെയിനിൻ്റെ ഷേപ്പ് ഓവലാണ്, പക്ഷേ അത് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അതായത് അതിൻ്റെ ലാറ്ററൽ സർഫസ് കോൺകേവും മീഡിയൽ സർഫസ് കോൺവെക്സും ആയിട്ട്. ഓക്കെ, ആൻഡ് ദിസ് ടിംപാനിക് മെംബ്രെയിൻ, ദ ഹോൾ ടിംപാനിക് മെംബ്രെയിൻ ഈസ് 8 millimeter ഇൻ ഡയമീറ്റർ. അതിൻ്റെ ഡയമീറ്റർ വന്ന് 8 millimeter ആണ് അതിൻ്റെ ചുറ്റളവ്. ഓക്കെ, ദെൻ ഈ ടിംപാനിക് മെംബ്രെയിനെ, ആ മെംബ്രെയിൻ തിന്നായിട്ടുള്ള മെംബ്രെയിൻ ആണെങ്കിൽ അതിന് 3 ലെയറുണ്ട്. നമ്മളത് എടുത്താൽ അതിന് 3 ലെയറാണ്. ഏറ്റവും പുറത്തെ ലെയറിനെ ക്യൂട്ടിക്കുലാർ ലെയർ എന്നും, നടുക്കുള്ള ലെയർ ഫൈബ്രസ് ലെയർ എന്നും, ഏറ്റവും ഉള്ളിലുള്ള ലെയറിനെ നമ്മൾ മ്യൂക്കസ് ലെയർ എന്നും പറയും. അപ്പോൾ 3 ലെയേഴ്സ് ചേർന്നിട്ടാണ് ടിംപാനിക് മെംബ്രെയിൻ ഉണ്ടായിരിക്കുന്നത്. ഈവൻ ദോ ഇറ്റ് ഈസ് ട്രാൻസ്ലൂസൻ്റ് അല്ലേ, ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഒരു മെംബ്രെയിനാണ്, വൈറ്റിഷ് മെംബ്രെയിനാണ്. പക്ഷേ ഇത് 3 കുഞ്ഞ് ലെയർ ചേർന്നിട്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പുറത്ത് ക്യൂട്ടിക്കുലാർ ലെയർ, നടുക്ക് ഫൈബ്രസ് ലെയർ, ഏറ്റവും ഉള്ളിൽ മ്യൂക്കസ് ലെയർ. ഓക്കെ, ഇനി ഇതിൻ്റെ മാക്സിമം കോൺവെക്സ് പാർട്ടിൽ ദ ഹാൻഡിൽ ഓഫ് ദ മാലിയസ് ഈസ് അറ്റാച്ച്ഡ് ആൻഡ് ദിസ് മാക്സിമം കോൺവെക്സ് ഏരിയ ഈസ് കോൾഡ് അംബോ. അപ്പോൾ ഈ കോൺവെക്സ് പാർട്ട് എന്ന് പറയുന്നത് പുറത്തു നിന്നല്ല, ഇത് ഉള്ളിൽ, നമ്മുടെ കോൺവെക്സ് സർഫസ് ഉള്ളിലാണ് ഇരിക്കുന്നത്. ലാറ്ററൽ സർഫസ് കോൺകേവും മീഡിയൽ സർഫസ് ആണ് കോൺവെക്സ് ആയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അംബോയുടെ അവിടെ പോയി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹാൻഡിൽ ഓഫ് മാലിയസ്. ഇനി അപ്പർ പാർട്ട് ഓഫ് ദി ടിംപാനിക് മെംബ്രെയിൻ ഹാസ് എ ട്രയാങ്കുലർ ഏരിയ. ഉണ്ടോ ഇങ്ങനെ, അത് ഞാൻ ഈ ഡയഗ്രത്തിൽ നമ്മൾ ആ ഗ്രീൻ കൊണ്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഹാൻഡിലിനും ഈ ഫോൾഡിനും ഹാൻഡിലല്ല, 2 ഫോൾഡിനിടയിലായിട്ട് ഇവിടെ ഒരു ട്രയാങ്കുലർ ഏരിയ ഉണ്ട്. നമ്മുടെ മൊത്തം ടിംപാനിക് മെംബ്രെയിൻ്റെ ഏറ്റവും ലൂസായിട്ടുള്ള, ഏറ്റവും ഫ്ലാക്സിഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ പാർട്ട്. ആൻഡ് ദിസ് പാർട്ട് ഈസ് കോൾഡ് പാർസ് ഫ്ലാക്സിഡ. സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോളൂ, PARS ആണ്. PARTS എന്ന് എഴുതി വെക്കരുത്, PARS, പാർസ് ഫ്ലാക്സിഡ. ആൻഡ് ദിസ് ഏരിയ ഈസ് മോർ ലയബിൾ ടു റപ്ചർ. നമ്മൾ ടിംപാനിക് മെംബ്രെയിൻ നമ്മൾ ഇയർബഡ്സൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പിന്നെ കാതിനകത്തേക്ക് ഇടരുത് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. പെട്ടെന്ന് ടിംപാനിക് മെംബ്രെയിൻ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ആ പൊട്ടുന്ന ഏരിയ ഇവിടെ ആയിരിക്കും മിക്കവാറും. പാർസ് ഫ്ലാക്സിഡ എന്ന് പറയുന്നത്. അപ്പോൾ ലൂസായിട്ടുള്ള, വളരെ റപ്ചർ ചെയ്യാൻ പെട്ടെന്ന് സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഈ പാർസ് ഫ്ലാക്സിഡ. ഇത്രയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ നമ്മുടെ ഹാൻഡിൽ ഓഫ് ദ മാലിയസിൽ കോഡ ടിംപാനി നെർവ്, അതായത് ഈ നമ്മുടെ ടിംപാനിക് മെംബ്രെയിനുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു നെർവാണ് കോഡ ടിംപാനി. അതുകൊണ്ടാണ് ആ നെർവിന് ആ പേര് കിട്ടിയത്. കോഡ ടിംപാനി നെർവ് എന്ന് പറയുന്നത് നമ്മുടെ ആൻറ്റീരിയർ ടൂത്ത് ഓഫ് ദ ടങ്ങിൻ്റെ ടേസ്റ്റ് സെൻസേഷൻ എടുക്കുന്ന നെർവാണ്. സോ ദിസ് ടിംപാനിക് മെംബ്രെയിൻ ഈസ് റിലേറ്റഡ് വിത്ത് ദി കോഡ ടിംപാനി നെർവ്. ഇനി നമ്മളതിൻ്റെ മീഡിയൽ വോളിലേക്ക് പോവുകയാണ്. മീഡിയൽ വോൾ കൺസിസ്റ്റ്സ് ഓഫ് മീഡിയൽ വോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വോൾ ദാറ്റ് സെപ്പറേറ്റ്സ് ഇറ്റ് ഫ്രം ദി ഇന്നർ ഇയർ അല്ലേ. ഇതിനകത്തൊരു വലിയ ലാർജ് പ്രൊജക്ഷൻ ഉണ്ട്. ദിസ് ഈസ് കോൾഡ് പ്രൊമോണ്ടറി. എബവ് ദ പ്രൊമോണ്ടറി ദർ ഇസ് എ ബോണി കനാൽ ഫോർ ദ ഫേഷ്യൽ nerve and oval window are present. Below the promontory there is round window. Oval window is an oval opening which is closed by the foot plate of stapes. A round window is a round opening which is closed by the secondary tympanic membrane. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൂടെ ഒന്ന് നോക്കിക്കേ. നമ്മുടെ മീഡിയൽ വാൾ ഓഫ് ദ മിഡിൽ ഇയർ, ഇത് ഉള്ളിൽ കാണുന്ന ഈ വാൾ, ഞാനത് ഇവിടെ ഇത് കണ്ടോ, ഈ സ്ക്വയറിൽ കാണുന്ന ഏരിയ മാത്രം. ഓക്കെ, അത് മാത്രമാണ്, ആ പോർഷനാണ് നമ്മുടെ മീഡിയൽ വോൾ എന്ന് ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഇത്രയും പോർഷൻ മാത്രം. ഓക്കെ, അതിനകത്ത് ഒരു ലാർജ് പ്രൊജക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ദിസ് ഇസ് ദാറ്റ് ലാർജ് പ്രൊജക്ഷൻ ആൻഡ് ദിസ് പ്രൊജക്ഷൻ ഇസ് കോൾഡ് പ്രൊമോണ്ടറി. അതിൻ്റെ പുറത്തോടെ കുറേ നെർവ് ഫൈബേഴ്സ് പോയിരിക്കുന്നുണ്ട് അല്ലേ. ഇനി ഈ പ്രൊജക്ഷൻ പ്രൊമോണ്ടറി എന്നാണ് പറയുന്നത്. പ്രൊമോണ്ടറി എന്ന് പറയുന്നത് എങ്ങനെ ഫോമായി എന്ന് വെച്ചാൽ അതിനും അപ്പുറത്തേക്ക്, അത് മീഡിയൽ വോളിനും അപ്പുറത്തേക്ക് പിന്നെ വരുന്നത് ഇന്നർ ഇയർ ആണ്. ആ ഇന്നർ ഇയറിൽ കോക്ലിയ, വെസ്റ്റിബ്യൂൾ, സെമി സർക്കുലർ കനാലുണ്ട് അല്ലേ. ഇപ്പം ഈ മീഡിയൽ വോളുമായിട്ട് ചേർന്നിരിക്കുന്നത് കോക്ലിയ ആയിരിക്കും. ആ കോക്ലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒച്ചിൻ്റെ ബോഡി പോലെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്.
അപ്പോൾ ഈ കോക്ലിയയുടെ ആദ്യത്തെ ടേൺ, അപ്പോൾ 2-3 ടേണുകളായിരിക്കും കോക്ലിയ ചുരുണ്ടിരിക്കുന്നത് അല്ലേ. ദ ഫസ്റ്റ് ടേൺ ഓഫ് ദ കോക്ലിയ മേക്ക് എ പ്രൊജക്ഷൻ ഓൺ ദി മീഡിയൽ വാൾ ഓഫ് ദ മിഡിൽ ഇയർ. ആ ഫസ്റ്റ് ടേൺ ഓഫ് കോക്ലിയ കൊണ്ട് മീഡിയൽ വാൾ ഓഫ് ദ മിഡിൽ ഇയറിലുണ്ടായ സർഫസ് പ്രൊജക്ഷനാണ് ഈ പറഞ്ഞ പ്രൊമോണ്ടറി. പ്രൊമോണ്ടറിയുടെ മേളിലായിട്ട് ദർ ഇസ് കനാൽ ഫോർ ദ ഫേഷ്യൽ നർവ്. അത് ഇതാണ് കനാൽ ഫോർ ദ ഫേഷ്യൽ നർവ്. ഓക്കെ, ദെൻ അവിടെ ഒരു ഓവൽ ഓപ്പണിംഗ് ഉണ്ടോ, ഓവൽ ഓപ്പണിംഗ്, ദിസ് ഇസ് എ ഓവൽ വിൻഡോ. അതും പ്രൊമോണ്ടറിയുടെ മേളിലാണ്. ഇനി പ്രൊമോണ്ടറിയുടെ താഴെ ഒരു റൗണ്ട് വിൻഡോ ഇരിപ്പുണ്ട്. റൗണ്ട് വിൻഡോ കാണാൻ പറ്റുന്നുണ്ടോ? ഞാനത് പോയിൻ്റ് ചെയ്യാം. ദിസ് എ റൗണ്ട് വിൻഡോ ഉണ്ടോ, റൗണ്ട് വിൻഡോ. ഇത് ഓവൽ വിൻഡോ, ഇത് റൗണ്ട് വിൻഡോ, ഇത് പ്രൊമോണ്ടറി, ഇത് ഫേഷ്യൽ നെർവിനുള്ള കനാൽ. ഇത്രയുമാണ് ആ മീഡിയൽ വോളിൽ വന്നിട്ടുള്ളത്. അപ്പം മീഡിയൽ വോള് നമ്മൾ ഒന്നുകൂടെ ഇതിനകത്ത് നോക്കിയാൽ ഇത് കണ്ടോ, ഫസ്റ്റ് ടേൺ ഓഫ് ദ കോക്ലിയ ഉണ്ടാവും. ഇത് ഫസ്റ്റ് ടേൺ, ഇത് സെക്കൻഡ് ടേൺ, ഇത് തേർഡ് ടേൺ ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ടേൺ ഓഫ് ദ കോക്ലിയ ഉണ്ടാക്കിയ ഒരു സർഫസ് പ്രൊജക്ഷനാണ് ഉള്ളിൽ. നമ്മുടെ മീഡിയൽ വോളാണ് ഈ കാണുന്നത്. ആ മീഡിയൽ വോള് എങ്ങനെയാണ്, ഒരു തള്ളലുണ്ടല്ലേ, ഒരു റൗണ്ടായിട്ടുള്ള ഒരു തള്ളൽ. അത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ഫസ്റ്റ് ടേൺ ഓഫ് ദി കോക്ലിയ. ദിസ് ഇസ് കോൾഡ് പ്രൊമോണ്ടറി. ഉണ്ടോ, പ്രൊമോണ്ടറിയുടെ മുകളിൽ ഇവിടെ ഓവൽ വിൻഡോയും വരും, ഫേഷ്യൽ നെർവിനുള്ള കനാൽ. ആ നെർവാണ് പോകുന്നത്. ഫേഷ്യൽ നെർവിനുള്ള കനാലും വരണം, ഓവൽ വിൻഡോയും വരണം. ഓവൽ വിൻഡോ ഇപ്പം നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല, ബിക്കോസ് ഓവൽ വിൻഡോ ആരും കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്, സ്റ്റേപ്പിസിൻ്റെ ഫുഡ് പ്ലേറ്റ് കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി പ്രൊമോണ്ടറിയുടെ താഴെയായിട്ട് റൗണ്ട് വിൻഡോ വരണം. അതിവിടെ കാണിച്ചിട്ടില്ല. പ്രൊമോണ്ടറിയുടെ താഴെയായിട്ട് വരും റൗണ്ട് വിൻഡോ. ഓക്കെ, ഇത്രയാണ് ആ മീഡിയൽ വോളിൻ്റെ ഫീച്ചർ. ഇപ്പോൾ ഒന്നുകൂടെ റൂഫ്, ഫ്ലോറ്, ലാറ്ററൽ വാൾ, മീഡിയൽ വാൾ, ആൻറ്റീരിയർ വാൾ, പോസ്റ്റീരിയർ വാൾ നമുക്കവിടെ കാണാൻ പറ്റില്ല. ആൻറ്റീരിയർ വാളിലാണ് ഓഡിറ്ററി ട്യൂബ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കതിനകത്തെ ഇന്നർ ഇയർ കൂടെ ഉള്ളൂ. ഇന്നർ ഇയർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. എല്ലാം കൂടെ ഒരു ദിവസം നോക്കണ്ട. ഇന്നർ ഇയർ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും വായിച്ച് പഠിച്ചു വെച്ചേക്കും. താങ്ക് യു.